ഹായ്. നമ്മൾ ഈ സെഷനിൽ നോക്കുന്നത് ടൈം ആൻഡ് ഡിസ്റ്റൻസിന്റെ പ്രീവിയസ് ഇയർ എസ് ബി ഐയുടെ ക്ലർക്ക് ചോദിച്ചുള്ള ലാസ്റ്റ് 3 ഇയേഴ്സിലെ ക്വസ്റ്റൻസ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മൾ ഓവറോൾ ടൈം ആൻഡ് ഡിസ്റ്റൻസ്, ട്രെയിന്, ബോട്ട് ആൻഡ് സ്ട്രീംസ് നിങ്ങൾക്കറിയാം ഈ 3 ചാപ്റ്ററും കൂടി ചേർത്ത് നമുക്ക് എക്സാമിൽ ചോദിക്കുന്നത് ബാങ്ക് എക്സാംസ് ഇപ്പോൾ എസ് ബി ഐ മാത്രമല്ല ഏതൊരു ബാങ്ക് എക്സാം ആയാലും നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ചോദിക്കുന്നത് ഒരു ക്വസ്റ്റൻ ആണ് ചോദിക്കുന്നത്. ഈ 3 ടോപ്പിക് കൂടി ചേർത്തിട്ട്. അപ്പോൾ ഈ 3 ടോപ്പിക്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏതെന്ന് ചോദിച്ചാൽ ഒരു ഡൗട്ടും ഇല്ല, ബോട്ട് ആൻഡ് സ്ട്രീംസ് ആണ് ഏറ്റവും കൂടുതൽ ബാങ്ക് എക്സാംസിന് ചോദിക്കുന്നത്. അത് കഴിഞ്ഞാൽ ട്രെയിനിൻ്റെ ക്വസ്റ്റൻസും പിന്നെ ഏറ്റവും കുറവ് ചോദിക്കുന്ന കൈൻഡ് ഓഫ് ടൈം ആൻഡ് ഡിസ്റ്റൻസ് ക്വസ്റ്റൻസ് ആണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ടൈം ആൻഡ് ഡിസ്റ്റൻസിലേക്ക് വരുമ്പോൾ ഇപ്പോൾ എസ് ബിയുടെ ക്ലർക്ക് ആൻഡ് എക്സാം നോക്കി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കുറവ് നമ്മുടെ ഈ പറയുന്ന ടൈം ആൻഡ് ഡിസ്റ്റൻസിൽ നിന്നാണ് ക്വസ്റ്റൻസ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ടൈം ആൻഡ് ഡിസ്റ്റൻസ് ഒരു 3 to 4 ക്വസ്റ്റൻസ് 3 ക്വസ്റ്റൻസോളം മാത്രമേ നമുക്ക് ചോദിച്ചിട്ടുള്ളൂ ഈ ഒരു എസ് ബിയുടെ ക്ലർക്കിൻ്റെ എക്സാംസ് ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സ് നമ്മൾ നോക്കുവാണെങ്കിൽ. ഇനി അത് കൂടുതൽ നമുക്ക് ചോദിച്ചിരിക്കുന്നത് ബോട്ട് ആൻഡ് സ്ട്രീമിൻ്റെ ക്വസ്റ്റൻസ് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. ടൈം ആൻഡ് ഡിസ്റ്റൻസ് ക്വസ്റ്റൻസും അത്യാവശ്യം നല്ലപോലെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ വരുന്ന സെഷൻസിൽ നമ്മൾ ഈ ഒരു ടൈം ആൻഡ് ഡിസ്റ്റൻസും ട്രെയിനും ബോട്ടിലെയും ചോദിച്ച ക്വസ്റ്റൻസ് ആണ് നമ്മൾ ഈ ഒരു സെഷൻസ് വഴി നോക്കാൻ പോകുന്നത്. അപ്പോൾ ഓൾറെഡി നിങ്ങൾ ഇതിന് മുമ്പുള്ള സെഷൻസ് ഒക്കെ തന്നെ നമ്മുടെ എസ് ബിയുടെ ക്ലർക്കിലെ ബാക്കി ചോദിച്ചിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ തന്നെ നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കി എന്ന് വിശ്വസിക്കുന്നു. ചെയ്യാത്തവർക്ക് ചാനലിൽ ചെന്ന് അവിടെ നിന്ന് ചെയ്യാവുന്നതാണ്. അവിടെ എല്ലാ എസ് ബിയുടെ ക്ലർക്കിൻ്റെ ഫുൾ നമ്മുടെ ഒരു ലാസ്റ്റ് 3 ഇയേഴ്സിലെ ക്വസ്റ്റൻസ് ഒക്കെ തന്നെ സൊല്യൂഷൻസ് അടക്കം എല്ലാം നമ്മുടെ പ്ലേലിസ്റ്റ് ആക്കി തന്നെ കൊടുത്തിട്ടുണ്ട്. എസ് ബി ഐ ക്ലർക്കിൻ്റെ പ്ലേലിസ്റ്റ് ആക്കി നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ ചെന്നിട്ട് ഒരുമിച്ച് ആ വീഡിയോസ് എല്ലാം കൂടി കാണാവുന്നതാണ്. നമ്മൾ ഓൾറെഡി സിംപ്ലിഫിക്കേഷൻ, ഏജസ്, പാർട്ട്ണർഷിപ്പ്, പെർസെൻറ്റേജ്, റേഷ്യോ, പ്രോഫിറ്റ് ആൻഡ് ലോസ്, അതുപോലെ മിക്സ്ചർ, പിന്നെ ടൈം ആൻഡ് വർക്ക്, പൈപ്സ് ആൻഡ് സിസ്റ്റംസ്, അങ്ങനെ ഓക്കെ നമ്മുടെ ബാക്കിയുള്ള സിമ്പിൾ ഇൻഡസ്ട്രി കോമ്പണൻസ് അങ്ങനെയുള്ള അരിതമാറ്റിക് ടോപ്പിക്സ് എല്ലാം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ അതെല്ലാം കണ്ടിട്ട് എക്സാമിന് പോകുക, നല്ലപോലെ എക്സാം എഴുതാൻ പറ്റട്ടെ എന്ന് വിഷയന്നു. അപ്പോൾ ഈ ഒരു സെഷനിൽ ടൈം ആൻഡ് ഡിസ്റ്റൻസിൽ എന്തൊക്കെ ക്വസ്റ്റൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് നമ്മുടെ ഈ ഒരു എസ് ബി ഡി ക്ലർക്കിൻ്റെ എക്സാമിൽ നമുക്ക് അത് നോക്കാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ആദ്യത്തെ ക്വസ്റ്റിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ Raktim covered a distance from village A to B on car at 28 km/h. However, he covered the distance from B to A, അപ്പോൾ തിരിച്ച് അതേ സെയിം ഡിസ്റ്റൻസ് ആണ് വരുന്നത്, ഓൺ ഫുട്ട് അറ്റ് 4 km/h. വാട്ട് ഈസ് ഹിസ് ആവറേജ് സ്പീഡ് ഇൻ ദി ഹോൾ ജേർണി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ യൂഷ്വലി നമുക്ക് ചെയ്യുന്നതിൻ്റെ ഫോർമുല നിങ്ങൾക്കറിയാം. ഇപ്പം ഡിസ്റ്റൻസ് സെയിം ആണെങ്കിൽ നമ്മുടെ ആവറേജ് സ്പീഡിൻ്റെ ഒരു ഫോർമുല ഉണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സ്പീഡിൻ്റെ ഫോർമുല 2xy/x+y എന്നുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഫോർമുല. നമുക്ക് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ആൻസർ വരും നമുക്കിവിടെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ 2 ഇൻറ്റു എക്സിൻ്റെ വാല്യൂ 28 ഇൻറ്റു ആ ഒരു വൈയുടെ വാല്യൂ 4 എന്ന് എടുക്കാം, ഡിവൈഡഡ് ബൈ നമുക്ക് x+y. അപ്പോൾ 28 + 4 എന്ന് നമുക്ക് വരും. 28 + 4 നമുക്ക് 32 എന്ന് വരും. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഇതൊന്ന് സോൾവ് ചെയ്താൽ മാത്രം മതി നമ്മുടെ ആൻസർ കിട്ടാൻ വേണ്ടി. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. നമുക്കിവിടെ ഡിസ്റ്റൻസ് സെയിം ആണ്. സോ ഡയറക്റ്റ്ലി നമുക്ക് ഈ ഫോർമുല യൂസ് ചെയ്ത് തന്നെ ആൻസർ എടുക്കാം. നമ്മളിപ്പോൾ ഇത് തന്നെ സോൾവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് 2 ഇൻറ്റു 4 8 ആണ്. നമ്മൾ 32നെ 8 വെച്ച് ക്യാൻസൽ ചെയ്താൽ 4 എന്ന് വരും. 4ഉം 28 ക്യാൻസൽ ചെയ്ത് നമുക്ക് എത്ര വരും? 7 വരും. സോ നമ്മുടെ ആൻസർ 7 km/h എന്ന് നമുക്ക് ആൻസർ വരും. 7 km/h. സോ ഓപ്ഷനിലേക്ക് വരുമ്പം ഓപ്ഷൻ ബി 7 km/h ആണ് നമ്മുടെ ആൻസർ. വളരെ സിമ്പിൾ ആയിട്ട് ഒരു ക്വസ്റ്റൻ ആയിരുന്നു. അടുത്ത ക്വസ്റ്റിലേക്ക് നമുക്ക് പോകുകയാണെങ്കിൽ എ മാൻ ട്രാവൽസ് ഈക്വൽ ഡിസ്റ്റൻസ് വിത്ത് സ്പീഡ് ഓഫ് 10 km/h, 12 km/h and 15 km/h respectively and takes a total time of 30 minutes. What is the total distance traveled by him? അപ്പോൾ ലാസ്റ്റ് നമ്മൾ ആവറേജ് സ്പീഡിൻ്റെ ക്വസ്റ്റൻ ആണ് കണ്ടത്. ഇപ്പോഴും നമുക്ക് എന്ത് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്? ആവറേജ് സ്പീഡിൻ്റെ ക്വസ്റ്റൻ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്, പക്ഷേ അവിടെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ ഒരു ഐഡിയ കിട്ടുന്നുണ്ട്. ടൈം ആൻഡ് ഡിസ്റ്റൻസിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റൻസ് നോക്കിക്കഴിഞ്ഞാൽ കൂടുതലും വന്നേക്കുന്നത് എങ്ങനത്തെ ക്വസ്റ്റൻസ് ആണ് വന്നേക്കുന്നത്? നമ്മുടെ ഈ ഒരു ആവറേജ് സ്പീഡിൻ്റെ ക്വസ്റ്റൻസ് ആണ് ക്ലർക്കിൻ്റെ എക്സാംസിൽ വന്നേക്കുന്നത്. പക്ഷേ അതേ സ്ഥലത്ത് നമുക്ക് ബാക്കിയുള്ള ബാക്ക് എക്സാംസ് കൂടി നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഈ ഒരു ആവറേജ് സ്പീഡും അതുപോലെ തന്നെ റിലേറ്റീവ് സ്പീഡും ഇത് രണ്ടുമാണ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ 3 ഉള്ളത്. ആൻഡ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഈക്വൽ ഡിസ്റ്റൻസ് എന്ന് ക്ലിയർലി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇപ്പം എടുത്ത പോലെ തന്നെ ആവറേജ് സ്പീഡിൻ്റെ 3 വരുന്ന ഈക്വൽ ഡിസ്റ്റൻസ് വന്നാൽ 3 വരുന്നതിൻ്റെ ഒരു ഫോർമുല ഉണ്ട്. അതെടുത്ത് നമുക്ക് ക്വസ്റ്റൻ സോൾവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫോർമുല എന്താണ്? 3xyz ബൈ xy പ്ലസ് yz പ്ലസ് zx ആണ്. അപ്പോൾ ഇതിലേക്ക് വാല്യൂസ് എല്ലാം കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വളരെ പെട്ടെന്ന് സോൾവ് ചെയ്താൽ ഈ വാല്യൂസ് എല്ലാം കൂടി നമ്മൾ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു സ്പീഡ് കിട്ടാൻ വേണ്ടി നമുക്ക് അവിടെ 3 ഇൻറ്റു 10 ഇൻറ്റു 12 ഇൻറ്റു 15 ആൻഡ് ദെൻ ഡിവൈഡഡ് ബൈ നമുക്ക് താഴെ ആ ഒരു 10 ഇൻറ്റു 12 പ്ലസ് 12 ഇൻറ്റു 15 പ്ലസ് 15 ഇൻറ്റു 10 എന്നാണ് വന്നേക്കുന്നത് അല്ലെങ്കിൽ വരുന്നത്.
ഇനി ജസ്റ്റ് ഇതൊന്ന് ക്യാൻസൽ ചെയ്തെടുത്താൽ നമുക്ക് സ്പീഡ് കിട്ടും. സ്പീഡ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കവിടെ ടൈം കൊടുത്തിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചാൽ മാത്രം മതി. അപ്പോൾ ഇതൊന്ന് ക്യാൻസൽ ചെയ്ത് സോൾവ് ചെയ്താൽ നമുക്ക് ക്യാൻസലിലേക്ക് എത്താൻ പറ്റും. സോ നമുക്ക് ഇത് വളരെ പെട്ടെന്ന് ഒന്ന് ക്യാൻസൽ ചെയ്ത് നമുക്ക് സോൾവ് ചെയ്തെടുക്കാം. സോ നമ്മളിവിടെ ക്യാൻസൽ ചെയ്ത് സോൾവ് ചെയ്തെടുക്കുമ്പോഴത്തേന് നമുക്ക് ആദ്യം തന്നെ ഈ 15 ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ ഇവിടുന്ന് 15 ക്യാൻസൽ, ഇവിടുന്ന് 15 ക്യാൻസൽ, ഇവിടുന്ന് ഒരു 15 ക്യാൻസൽ ചെയ്യണം. അതിനുവേണ്ടി നമുക്ക് 15 ക്യാൻസൽ ചെയ്യുന്ന കഴിഞ്ഞാൽ 5ഉം 3ഉം ക്യാൻസൽ ചെയ്താൽ മതി. സോ 10ൽ നിന്ന് 5 ക്യാൻസൽ ചെയ്ത് 10ൽ നിന്ന് നമ്മൾ 5 ക്യാൻസൽ ചെയ്താൽ 2 എന്ന് വരും. നമ്മുടെ 12ൽ നിന്ന് ഒരു 3 ക്യാൻസൽ ചെയ്താൽ നമുക്ക് 4 എന്ന് വരും. സോ ഇത്രയും ക്യാൻസലായി. ഇനി നമുക്ക് ബാക്കിയോടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇനി ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന വാല്യൂസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇവിടെ 4 ഉണ്ട്, ഇവിടെ 4 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്. ഓക്കെ, ഇപ്പം നമുക്ക് ഇനി ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന വാല്യൂസ് ചെക്ക് ചെയ്യുവാണെങ്കിൽ ഓക്കെ, നമുക്ക് 2 വെച്ച് ക്യാൻസൽ ചെയ്യാം. സോ ഇവിടെ 6, ഇവിടെ ഇത് 2 ക്യാൻസലായി പോകും. ഇവിടെ നമുക്ക് 6 എന്ന് വരും അഗെയിൻ, ആൻഡ് ഇവിടെ നമുക്ക് 5 എന്ന് വരും. ഇനി റിമൈനിങ് ബാക്കിയെല്ലാം കൂടി നമുക്ക് പ്ലസ് ചെയ്തെടുത്തിട്ട് അങ്ങ് സോൾവ് ചെയ്ത് അങ്ങ് പോകാം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് താഴെ നോക്കി കഴിഞ്ഞാൽ 4 + 6 10, 10 + 5 15 എന്ന് വരും. ആൻഡ് മുകളിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 3 × 6 18 എന്ന് വരും. ആൻഡ് 18 × 10 180 എന്ന് വരും. അപ്പോൾ നമുക്ക് 15ഉം 180 കൂടി ക്യാൻസൽ ചെയ്യണമെങ്കിൽ നമുക്ക് എത്ര വരും? 12 എന്ന് വരും. സോ 12 km/h എന്ന് നമുക്ക് അവിടുന്ന് സ്പീഡിന്റെ വാല്യൂ വരും. പക്ഷെ ചോദിച്ചിരിക്കുന്ന സ്പീഡല്ല, ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി സ്പീഡ് ഇൻറ്റു ടൈം ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ സ്പീഡ് ഇൻറ്റു ടൈം എന്ന് പറയുമ്പോൾ സ്പീഡ് നമ്മുടെ 12 km/h, ടൈം എന്ന് പറയുന്നത് 30 മിനിറ്റ് ആണ്. 30 മിനിറ്റിനെ നമ്മൾ ഹവറിലേക്ക് ആക്കി കഴിഞ്ഞാൽ എത്ര വരും? 1/2 എന്ന് വരും. 30 മിനിറ്റ് എന്ന് കഴിഞ്ഞാൽ 1/2 മണിക്കൂറല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് 2ഉം 12 കൂടി ക്യാൻസൽ ആകുമ്പോൾ എന്ത് വരും? 6 hours എന്ന ആൻസർ വരും. 6 കിലോമീറ്റർ എന്ന ആൻസർ വരും. സോ നമുക്ക് ആൻസർ 6 കിലോമീറ്റർ ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. സോ ഓപ്ഷനിലേക്ക് വരുമ്പോൾ ഓപ്ഷൻ ബി 6 kilometers ആണ് നമ്മുടെ ആൻസർ. ആൻഡ് അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. എ ബസ് ക്രോസസ് എ ബ്രിഡ്ജ് ഓഫ് ലെങ്ത് 50 meter in 10 seconds. അപ്പം ഒരു ബസ് ഒരു ബ്രിഡ്ജ് ക്രോസ് ചെയ്യുന്നത്, ആ ബ്രിഡ്ജിന്റെ ലെന്ത് 50 meter ആണ്. അത് ക്രോസ് ചെയ്യുന്ന 10 സെക്കൻഡിലാണ് ക്രോസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടുന്ന് ആ ഒരു ഓക്കെ, നമുക്കത് ബാക്കി കൂടി നോക്കാം. ഇഫ് ദ സ്പീഡ് ഓഫ് ബസ് ഈസ് 15 km/s, അപ്പോൾ ആ ബസ്സിന്റെ സ്പീഡ് നമുക്ക് തന്നിട്ടുണ്ട് 15 m/s. ആൻഡ് നമുക്ക് ആ ഒരു ബസ് ആ ഒരു ബ്രിഡ്ജ് ക്രോസ് ചെയ്തെടുക്കുന്ന സമയവും നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു ഇവിടെ ഒരു ചെറിയ വാല്യൂസ് ആണ് വരുന്നത്. അപ്പോൾ അവിടെ ബസ്സിന്റെ ലെന്ത് കൂടി കൺസിഡർ ചെയ്തായിരിക്കും ക്വസ്റ്റ്യൻ മോസ്റ്റ്ലി ചെയ്തു പോകുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ട്രാവൽ ചെയ്ത ആ ഒരു ഡിസ്റ്റൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ, ട്രാവൽ ചെയ്ത ആ ഒരു ഡിസ്റ്റൻസ് നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ദ സ്പീഡ് ഓഫ് ദ ബസ് ഈസ് 15 m/s തന്നിട്ട് 15 m/s. ആൻഡ് ഈ ഒരു ബ്രിഡ്ജ് ക്രോസ് ചെയ്യാൻ എടുക്കുന്ന സമയം നമ്മൾ നോക്കുകയാണെങ്കിൽ 10 സെക്കൻഡ് എന്ന് തന്നിട്ടുണ്ട്. അതുകൂടാതെ ആ ബ്രിഡ്ജിന്റെ ലെന്ത് നമുക്ക് തന്നിട്ടുണ്ട്. ആ ബ്രിഡ്ജിന്റെ ലെന്ത് എന്ന് പറയുന്നതാണ് ബ്രിഡ്ജ് ഓഫ് ലെന്ത് 50 meter എന്നാണ് തന്നിരിക്കുന്നത്. അത് വായിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചോണം, കൺഫ്യൂസ് ആവാതെ. അപ്പം അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് ഈ പറയുന്ന ടോട്ടൽ ആ ഒരു ഡിസ്റ്റൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം സ്പീഡ് ഇൻറ്റു ടൈം ആണ് ഡിസ്റ്റൻസ്. അങ്ങനെ 15 × 10 നമുക്ക് 150 meter എന്ന് വരും. 150 meter ആണ് നമുക്ക് അവിടെ കവർ ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറയാൻ പറ്റും. പക്ഷെ 150 meter കവർ ചെയ്തപ്പോൾ ഈ പറയുന്ന 50 meter ബ്രിഡ്ജാണ് കവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ 50 meter ഇപ്പം അത്യാവശ്യം ഒരു വലിയ ലോജിക് ഇല്ലാത്തൊരു ക്വസ്റ്റൻ ആണെന്ന് പറയാം. നിങ്ങൾക്ക് വാല്യൂസ് തന്നിട്ടുണ്ട്, പക്ഷേ വാല്യൂസ് അത്ര ലോജിക്കലി കറക്റ്റ് ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ബ്രിഡ്ജിന്റെ ലെന്തും ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് കൂടി നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടുത്തെ ഒരു ഡിഫറൻസ് എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഇതിൻ്റെ ഒരു ഡിഫറൻസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ന് പറയുന്നത് 100 meter ആണ് ഇത് കൂടാതെ ട്രാവൽ ചെയ്ത്, അല്ലെങ്കിൽ ആ ബ്രിഡ്ജ് കൂടാതെ ട്രാവൽ ചെയ്ത്, അല്ലെങ്കിൽ ആ ഒരു ബസ്സിന്റെ ലെന്ത് നമ്മൾ ട്രെയിനിൻ്റെ ക്വസ്റ്റൻ ചെയ്തില്ല, ആ ഒരു ആംഗിൾ നിങ്ങൾ വിചാരിച്ചാൽ മതി പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി. നമുക്കിവിടെ ബസ്സിന്റെ കേസ് വരുമ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തെ ഒരു കൺഫ്യൂഷൻ തോന്നാൻ സാധ്യതയുണ്ട്. സിമ്പിളായിട്ട് നിങ്ങൾക്കറിയാവുന്ന ഒരു ട്രെയിന് നമ്മുടെ ഒരു ബ്രിഡ്ജ് ക്രോസ് ചെയ്യുന്നതും ഒരു ട്രെയിൻ ഒരാളെ ക്രോസ് ചെയ്യുന്നതൊക്കെ പറയത്തില്ല, ആ ഒരു കണ്ടീഷൻ വിചാരിച്ചാൽ മതി പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടി. അങ്ങനെയാണെങ്കിൽ ഒരു ട്രെയിൻ ഒരു ബ്രിഡ്ജ് ക്രോസ് ചെയ്തു, 50 meter ഉള്ള ബ്രിഡ്ജ് ക്രോസ് ചെയ്യാൻ 10 സെക്കൻഡ് എടുത്തു എന്ന് വിചാരിച്ചു. ആൻഡ് മൊത്തം ട്രെയിനിന്റെ സ്പീഡ് 15 m/s. അങ്ങനെയാണെങ്കിൽ മൊത്തം ആ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 150 meter എന്ന് വരും. അപ്പോൾ 150 meter വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം അതിൽ 50 meter ബ്രിഡ്ജ് ആണെങ്കിൽ ബാക്കി 100 meter എന്തായിരിക്കും? നമ്മുടെ ട്രെയിൻ ആയിരിക്കും നമുക്ക് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ കേസ് ബസ് എന്ന് തന്നിട്ടുണ്ട്, പക്ഷേ അത് ആ ഒരു ബസ്സിന്, അപ്പം ഇവിടെ നമ്മൾ ട്രെയിൻ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ട്രെയിനിന്റെ ലെന്ത് ആയിരിക്കും 100 meter എന്ന് പറയുന്നത്. അപ്പം ഇവിടുത്തെ കേസ് ഇപ്പോൾ ബസ് തന്നിട്ടുണ്ടായത് നമുക്ക് അതിന്റെ ലെന്ത് ഓഫ് ബസ് എന്ന് എടുക്കാം. ഇനി ക്വസ്റ്റൻ എന്താ ചോദിച്ചേക്കുന്നത്? ഫൈൻഡ് ദി ടൈം ടേക്കൺ ബൈ ബസ് ടു ക്രോസ് സിമിലർ ബസ്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ യൂഷ്വലി ട്രെയിനിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന പോലെ ഒരു ട്രെയിൻ അതേപോലത്തെ ഒരു അത്രയും തന്നെ നീളമുള്ള ഒരു ട്രെയിനിനെ ക്രോസ് ചെയ്യാൻ, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ക്രോസ് ചെയ്യാൻ എത്ര സമയം എടുക്കുന്നൊക്കെ ചോദിക്കത്തില്ല. ഈ സ്പീഡിലാണ് മറ്റേ ട്രെയിൻ വരുന്നതെങ്കിൽ, അങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്. then find the time taken by bus to cross similar bus coming from opposite direction. അപ്പോൾ റിലേറ്റീവ് സ്പീഡിന്റെ കൺസെപ്റ്റ് അവിടെ വരുവാണ്. റിലേറ്റീവ് സ്പീഡ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ വിത്ത് എ സ്പീഡ് ഓഫ് 25 meter per second. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതേ സെയിം നീളമുള്ള ബസ്
സ്പീഡ് 25 മീറ്റർ പെർ സെക്കൻഡ്. ക്രോസ് ചെയ്യാൻ എത്ര സമയം എടുക്കും? നമ്മൾ ട്രെയിനിന്റെ ക്വസ്റ്റൻസിൽ ചെയ്യാറില്ലേ? അത് ഒരു ട്രെയിനും വേറൊരു ട്രെയിനും രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ ക്രോസ് ചെയ്യാൻ എത്ര സമയം എടുക്കും? ആ ടൈപ്പ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു സമയം കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾക്കറിയാം, നമ്മൾ യൂഷ്വലി എടുക്കുന്നത് 2 ട്രെയിനിന്റെ ലെങ്ത് എടുക്കും. ഇപ്പോൾ ഇവിടുത്തെ കേസ് ഇപ്പോൾ 2 ബസ് ആയതുകൊണ്ട് നമുക്ക് 2 ബസ്സിന്റെ ലെങ്ത് എടുക്കും. അപ്പോൾ 100 മീറ്ററും 100 മീറ്ററും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 100 മീറ്ററിന്റെ ബസ്. അപ്പോൾ അത് ലോജിക്കലി അത്ര ശരിയാവുന്നില്ല. അതിപ്പോൾ ട്രെയിൻ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി നമുക്ക് കുഴപ്പമില്ലായിരുന്നു എന്നെങ്കിലും പറയാം. 100 മീറ്ററിന്റെ ട്രെയിൻ എന്ന് പറയുമ്പോഴും അവിടെ നമുക്കൊരു എന്താ പറയുക, ഒരു എഞ്ചിനും 3 കോച്ചും ഒക്കെ വരത്തുള്ളൂ 100 മീറ്ററിന്റെ ട്രെയിൻ എന്നൊക്കെ പറയുമ്പോഴത്തേന്. അപ്പോൾ അത് വളരെ ചെറിയൊരു ട്രെയിനായി പോകും. പക്ഷെ എന്നാലും ബസ്സിൽ ട്രെയിൻ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു 100 മീറ്ററിന്റെ ബസ് എന്ന് പറയുന്നതിനേക്കാളും. പിന്നെ ഇനി ഇവർ രണ്ടുപേരുടെ സ്പീഡ് നമുക്ക് എടുക്കാം. അപ്പോൾ രണ്ടുപേരുടെ സ്പീഡ് എന്ന് പറയുന്നത് 15ഉം അതുപോലെ തന്നെ 25ഉം ആണ്. ഇനി ഇവിടെ നമുക്ക് ഇവർ ഓപ്പോസിറ്റ് ആണെങ്കിൽ നിങ്ങൾക്കറിയാം റിലേറ്റീവ് സ്പീഡ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് വരും? പ്ലസ് വരും. അങ്ങനെ ഇതൊന്ന് സോൾവ് ചെയ്താൽ മതി. ഇപ്പം നമുക്ക് മീറ്ററും താഴെ നമുക്ക് ഓൾറെഡി അത് മീറ്റർ പെർ സെക്കൻഡും ആണ്. സോ അതുകൊണ്ട് വേറെ കുഴപ്പമൊന്നും, യൂണിറ്റും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ജസ്റ്റ് ക്യാൻസൽ ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ക്യാൻസൽ ചെയ്യുമ്പോഴത്തേക്കും നമുക്കിവിടെ 200ഉം താഴെ വരുമ്പോഴത്തേക്കും നമുക്ക് 20, 30, 40 ആണ് വരുന്നത്. അപ്പം നമ്മൾ ആ ഒരു ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് 5 വരും. സോ 5 സെക്കൻഡ്സ് ആയിരിക്കും ആ ഒരു ബസ്സുകൾ തമ്മിൽ ക്രോസ് ചെയ്യാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഒരു സെഷനിൽ നമ്മൾ ടൈം ആൻഡ് ഡിസ്റ്റൻസിന്റെ ലാസ്റ്റ് 3 ഇയേഴ്സിൽ ചോദിച്ച ക്വസ്റ്റൻസ് ആണ് ചെയ്തത്. ഒരുപാട് ക്വസ്റ്റൻസ് ഒന്നും തന്നെ ചോദിച്ചില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആവറേജ് സ്പീഡിന്റെ 2 ക്വസ്റ്റനും റിലേറ്റീവ് സ്പീഡിന്റെ 1 ക്വസ്റ്റനും ആണ് ചോദിച്ചിട്ടുള്ളത്. ടൈം ആൻഡ് ഡിസ്റ്റൻസിൽ നിന്ന്, പക്ഷേ ട്രെയിനിൽ നിന്നും ബോട്ടിൽ നിന്നും ഒരുപാട് ക്വസ്റ്റൻസ് ചോദിച്ചിട്ടുണ്ട്. ഒരുപാട് നമ്മുടെ പല ഷിഫ്റ്റുകളിലായിട്ട് ലാസ്റ്റ് 3 ഇയേഴ്സിന്റെ ഇടയ്ക്ക്. സോ ആ ഒരു ക്വസ്റ്റൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ തൊട്ട് അടുത്ത വരുന്ന സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് തൊട്ടടുത്ത സെഷനെ വീണ്ടും നമുക്ക് ഈ ഒരു ട്രെയിനിന്റെ ക്വസ്റ്റൻസ് ആയിട്ട് നമുക്ക് മീറ്റ് ചെയ്യാം. ആൻഡ് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനലിലേക്ക് വരുന്നെങ്കിൽ, നിങ്ങൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ ഡെഫിനറ്റ്ലി ചാനൽ ഫോളോ ചെയ്യുക. നമ്മൾ ഇനി ബാക്കി SSC റെയിൽവേയുടെ ക്വസ്റ്റൻസ് ഒക്കെ തന്നെ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ബാങ്കിന്റെ ബാക്കി RRB, IBPSന്റെ ക്വസ്റ്റൻസ് ഒക്കെ നമ്മൾ ഇനി വരുന്ന വീക്കുകളിൽ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും എക്സാമിന് മുമ്പായിട്ട് തന്നെ. അപ്പോൾ നമുക്ക് ഉടനെ തന്നെ നമുക്ക് അടുത്ത ഒരു ടോപ്പിക് ട്രെയിനുമായിട്ട് നമുക്ക് ഇവിടെ തന്നെ മീറ്റ് ചെയ്യാം. താങ്ക്